നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഗ്രാജുവേറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 13 അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലോ ഈ മാസം 20 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് ബാക്കിയെല്ലാം ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ പലർക്കും ഡൗട്ട് കാണും, എങ്ങനെയാണ് EWS സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്, എത്ര ദിവസത്തിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ആരൊക്കെയാണ് EWSന് അർഹരായിട്ടുള്ളവർ. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ കാണും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതെല്ലാം നമുക്ക് തീർക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം എന്താണ് EWSൻ്റെ ബെനിഫിറ്റ്. സോ EWS സർട്ടിഫിക്കറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബുകളിൽ 10% റിസർവേഷൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് 10% എന്ന് പറയുമ്പോൾ അവിടെ വലിയ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കി, ഇവിടെ തന്നെ ഞാൻ നോക്കിയാണ്, കഴിഞ്ഞ RRB NTPCയുടെ ജനറലിൻ്റെ കട്ട് ഓഫ് വന്നിട്ട് 79 മാർക്കാണ്, URൻ്റെ കട്ട് ഓഫ് 79 മാർക്കാണ്. പക്ഷേ EWSൻ്റെ കട്ട് ഓഫ് എത്രയാണ്, 43 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ നോലേജ് നോക്കി എത്ര മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് നോക്കി. അപ്പോൾ ഓരോ ലെവലിലും ഡിഫറൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ EWS സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ, നിങ്ങളൊന്ന് മേടിച്ചെടുക്കാൻ ശ്രമിച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മേടിക്കുക. കാര്യം വലിയൊരു അവസരമാണ്. ഒരുപാട് എന്താ പറയുക, കട്ട് ഓഫിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും, താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇത് ഞാനിപ്പോൾ മൊത്തം എടുത്തേക്കുന്നത് തിരുവനന്തപുരം സോണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെവൽ 3 പോസ്റ്റാണ് ഞാനിവിടെ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത്. തിരുവനന്തപുരം സോണിൻ്റെ ലെവൽ 3 പോസ്റ്റ് കട്ട് ഓഫ് എത്രയാണ്? കട്ട് ഓഫ് വന്നിട്ട് നമ്മുടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 79.73 മാർക്കാണ് കട്ട് ഓഫ്. പക്ഷേ EWSൻ്റെ കട്ട് ഓഫ് എത്രയാണ്? 58.14 മാർക്കാണ് EWSൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതായത് ഏതാണ്ട് 21 മാർക്കിൻ്റെ ഡിഫറൻസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നിങ്ങളിവിടെ ലെവൽ 5 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ, ലെവൽ 5 പോസ്റ്റിൻ്റെ URൻ്റെ കട്ട് ഓഫ് എത്രയാണ്? 76 മാർക്കാണ് കട്ട് ഓഫ്. EWSൻ്റെ കട്ട് ഓഫ് എത്രയാണ്? 66 മാർക്കാണ്. 10 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ലെവൽ 2 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരം കഴിഞ്ഞ പരീക്ഷയുടെ ലെവൽ 2 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ URൻ്റെ കട്ട് ഓഫ് 78 മാർക്ക്, EWSൻ്റെ കട്ട് ഓഫ് വന്നിട്ട് 67.33 മാർക്കാണ് EWSൻ്റെ കട്ട് ഓഫ്. ഏതാണ്ട് 11 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ലെവൽ 6 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ URൻ്റെ കട്ട് ഓഫ് 55.33, EWSൻ്റെ കട്ട് ഓഫ് 48 മാർക്കാണ്. അതായത് നല്ലോണം താഴേക്കാണ് എന്ത് ചെയ്യുന്നത്, EWSൻ്റെ കട്ട് ഓഫ് എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ആദ്യമായിട്ടാണ് EWS അവർക്ക് റിസർവേഷൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും അങ്ങനെയാണ്, ഇവരുടെ കണ്ടീഷൻസൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതിന് യോഗ്യരാണെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ മേടിച്ചെടുക്കുക, അത് അപ്ലൈ ചെയ്യുക. ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് EWS സർട്ടിഫിക്കറ്റ്. സോ EWS സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും, എന്താണ് സാധനം എന്ന് ചോദിച്ചാൽ, ഇത് ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ബേസിക്കലി തന്നെ പറയാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് കവേർഡ് അണ്ടർ ദ സ്കീം ഓഫ് റിസർവേഷൻ ഫോർ SC ST OBC NCL. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾ SC ST OBC ഒന്നും തന്നെ ആവാൻ പാടില്ല. മറിച്ച് നിങ്ങൾ എന്തായിരിക്കണം, ജനറൽ കാറ്റഗറി ആയിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ BA ജനറൽ കാറ്റഗറി, അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. രണ്ടാമത് നോട്ട് ബിലോങ് ടു എനി ഓഫ് ദ റിസർവ്ഡ് കാറ്റഗറീസ്, അതായത് SC ST OBC ആവാൻ പാടില്ല. ആനുവൽ ഫാമിലി ഇൻകം ബിലോ 8 lakhs. നിങ്ങൾക്ക് വാർഷിക വരുമാനം, കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് താഴെ പറയുന്നുണ്ട്, കാർഷിക ഭൂമി 5 ഏക്കറിൽ കൂടുതൽ വരാൻ പാടില്ല. അത് കഴിഞ്ഞ് റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഓഫ് 1000 സ്ക്വയർ ഫീറ്റ് ആൻഡ് അബോവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാം. അതായത് ഇപ്പോൾ നോക്കിയാൽ റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് 100 സ്ക്വയർ യാർഡ്, അപ്പോൾ സ്ക്വയർ യാർഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മൊത്തം പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതെനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഡേറ്റയാണ്. അപ്പോൾ ഇതാ, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് അവർ തരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫൈഡ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നുണ്ട്, EWS അറിയേണ്ടതെല്ലാം, നാളിതുവരെ യാതൊരുവിധ സംവരണ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത അനേകായിരങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് നടപ്പാക്കിയ EWS റിസർവേഷൻ. ദെൻ EWS അറിയേണ്ടതെല്ലാം, അതായത് ഒരു സർക്കാർ ജോലികളും +1 മുതലുള്ള വിദ്യാർത്ഥി പ്രവേശനങ്ങളിലും SC ST OBC വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത ജനറൽ വിഭാഗം എന്ന് നാം പൊതുവെ വിളിക്കുന്ന ജനങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു.
ദെൻ EWS അറിയേണ്ടതെല്ലാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ രണ്ടും രണ്ട് നോംസാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ വില്ലേജ് ഓഫീസറാണ് തരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് തഹസിൽദാറുടെ ഏറ്റവും ചുരുങ്ങിയത് തഹസിൽദാറിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതായത് സർട്ടിഫിക്കറ്റ് അതോറിറ്റി ആരായിരിക്കണം? തഹസിൽദാർ ആയിരിക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് നാക്കൊന്ന് സ്പ്ലിറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയരുത്. ഓക്കെ, അതായത് കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയരുത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്താണ് കുടുംബം എന്ന് വെച്ചാൽ? അപ്പോൾ അതിൻ്റെയും ഡെഫിനിഷൻ പറയുന്നുണ്ട്. കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ, ഒന്ന് ഗുണഭോക്താവ്. അതായത് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കാണ് മേടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിത പങ്കാളി, ഭർത്താവാം ഭാര്യയാവാം, പിന്നെ മാതാപിതാക്കൾ അച്ഛനും അമ്മയുമാവാം, 18 വയസ്സ് പൂർത്തിയാകാത്ത സഹോദരങ്ങൾ, 18 വയസ്സ് പൂർത്തിയാകാത്ത സഹോദരങ്ങൾ, 18 വയസ്സിന് താഴെയുള്ള മക്കൾ. അപ്പോൾ ഇത്രയും പേരുടെ വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുടുംബ വാർഷിക വരുമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുടുംബ വാർഷിക വരുമാനം എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപേക്ഷ നൽകുന്ന വർഷത്തിൻ്റെ തൊട്ടു മുൻപിലത്തെ സാമ്പത്തിക വർഷത്തെ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ കുടുംബാംഗങ്ങളുടെ മൊത്തം വരുമാനത്തെയാണ് നമ്മൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വരുമാനം അല്ലെങ്കിൽ വൈഫിൻ്റെ വരുമാനം, അച്ഛൻ്റെ അമ്മയുടെ വരുമാനം, അത് കഴിഞ്ഞ് 18 വയസ്സിന് താഴെയുള്ളത് വരുമാനം വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പേരുടെ വരുമാനത്തെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് വൺ, അടുത്ത് രണ്ടാമതായിട്ട് പറയുന്നത് എങ്ങനെയാണ്? ഭൂസ്വത്ത്. സോ ഭൂസ്വത്ത് 5 ഏക്കറിൽ കവിയരുത്. നിങ്ങൾക്ക് ഭൂസ്വത്ത് 5 ഏക്കറിൽ കൂടുതൽ വരരുത്. കുടുംബത്തിന് ഭൂസ്വത്ത് 5 ഏക്കറിൽ കൂടുതൽ കവിയരുത്. അടുത്ത, വീട് ഫ്ലാറ്റ് ആണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിൽ കവിയരുത്. 1000 സ്ക്വയർ ഫീറ്റിൽ കവിയരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടായാലും നമ്മുടെ ഫ്ലാറ്റ് ആയാലും 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വരാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇനി ഹൗസ് പ്ലോട്ട്, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, ഹൗസ് പ്ലോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലാണെങ്കിൽ 100 സ്ക്വയർ യാർഡ്, അതായത് 2.05 സെൻറ്റിൽ കവിയരുത്. നിങ്ങളിപ്പോൾ മുനിസിപ്പൽ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിരിക്കുന്ന ഹൗസ് പ്ലോട്ട് 100 സ്ക്വയർ യാർഡ്, അതായത് 2.05 സെൻറ്റിൽ കവിയരുത്. അത് കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്താണെങ്കിൽ 200 സ്ക്വയർ യാർഡ് വരെ, അതായത് 4.1 സെൻറ്റിൽ കവിയരുത്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഏകദേശം എല്ലാവരും എലിമിനേറ്റ് ചെയ്തു പോകും. ഇവരിത് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലാവാത്ത. ഈ 2 സെൻറ്റിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അല്ല അങ്ങനെയല്ല, 2 സെൻറ്റിലൊക്കെ ഒന്ന് ആലോചിച്ചു, ഇതൊരു ക്രൈറ്റീരിയ ആണോ? അത് കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്താണെങ്കിൽ 4.1 സെൻറ്റിൽ എന്ത് ചെയ്യരുത്? കവിയരുത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇത്രയും പറയുന്ന കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? EW സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെയാണ്? പോകത്തില്ല. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, അടുത്ത് വാർഷിക വരുമാനം എല്ലാം പറഞ്ഞു. അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഈ സാധനം ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷ. സോ നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ റെയിൽവേ എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് EW സർട്ടിഫിക്കറ്റ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ 42ാമത്തെ പേജ്, ഈ 42ാമത്തെ പേജിനകത്ത് ഈ ഫോർമാറ്റ് കിടപ്പുണ്ട്. ആ ഫോർമാറ്റ് എന്ത് ചെയ്യുന്നു? പ്രിൻ്റ് എടുത്തുകൊണ്ട് പോവുക. പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയിട്ട് നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷ ഇതിൻ്റെ താഴെ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കാണിച്ചു തരാം. കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകളുടെ വിശദാംശങ്ങൾ, അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന ഭൂമിയുടെ ഭൂനികുതി രസീത്, അതായത് കരം തീർത്ത രസീത്. നിങ്ങൾക്ക് ഒക്കെ സ്ഥലമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ ലാൻഡ് ടാക്സിൻ്റെ ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പിന്നെ ജാതി തെളിയിക്കുന്നതിനുള്ള രേഖ, അതായത് SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ CBSE-കാരാണെങ്കിൽ പിതാവിൻ്റെ SLC സർട്ടിഫിക്കറ്റും കൂടെ എന്ത് ചെയ്യുക? ഹാജരാക്കുക. SLC സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ TCയോ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതിയാവും. പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വരുമാനം തെളിയിക്കുന്നുള്ള രേഖ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി ആയാലും മതിയാവും. പിന്നെ അത് കഴിഞ്ഞ് സാലറി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പേ സ്ലിപ്പോ സാലറി സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പെൻഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ ബുക്കോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ, ITR റിട്ടേൺസോ, ഇതൊക്കെ എന്താണ് അവർ ചോദിക്കാം. അത് കഴിഞ്ഞ് എവിടെയാണ് അപേക്ഷ കൊടുക്കുക, ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്.
സോ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ വില്ലേജ് ഓഫീസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസറാണ് നിങ്ങൾക്ക് EWSൻ്റെ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. പക്ഷേ നമുക്കിവിടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ് നമ്മൾ എഴുതുന്നത്, റെയിൽവേ എക്സാമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനുള്ള അതോറിറ്റി ആരായിരിക്കും? തഹസിൽദാരായിരിക്കും. പക്ഷേ വില്ലേജ് ഓഫീസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ വില്ലേജ് ഓഫീസിലേക്ക് പോവുക. നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് വേണ്ട എന്ത് ചെയ്യുക? വില്ലേജ് ഓഫീസിലേക്ക് പോവുക. അപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ അവരിതൊക്കെ കൃത്യമായിട്ട് വന്ന് അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? ഈ ഡേറ്റ നേരെ താലൂക്ക് ഓഫീസിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്തിട്ട് താലൂക്ക് ഓഫീസറാണ് നമുക്ക് എന്ത് തരുന്നത്? EWSൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നത്. സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ താഴെ പറയുന്നുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കുള്ള EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് വഴി തഹസിൽദാരുമാരാണ് നൽകുന്നത്. പിന്നെ ഇവിടെ അപേക്ഷാ ഫോമിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം കിടപ്പുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഞാൻ എന്ത് ചെയ്യാം? ഈ സാധനം ഇട്ടേക്കാം. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ അപേക്ഷാ ഫോം എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 42ാമത്തെ പേജ് ഞാൻ പറഞ്ഞല്ലേ, അണ്ടർ ഗ്രാജുവേറ്റിലെ ഫോർമാറ്റ്, അതും കൂടെ എന്ത് ചെയ്യുക? വെച്ചേക്കാം. അപ്പോൾ അവിടെ ഫോർമാറ്റും ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? താഴെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമായിട്ട് പോവുക. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് അതിൻ്റെ ഒരു സമയം എടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ വേണം, നിങ്ങളെ താഴെ സത്യപ്രസ്താവന അഫിഡവിറ്റും കൂടെ എന്ത് ചെയ്യണം? വയ്ക്കണം. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, അങ്ങനെയൊക്കെയുള്ള അഫിഡവിറ്റും കൂടെ എന്ത് ചെയ്യുക? അങ്ങ് ചേർക്കുക. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഇത്രയും കാര്യങ്ങളോട് നേരെ എന്ത് ചെയ്യുക? നേരെ വില്ലേജ് ഓഫീസിലേക്ക് പോവുക. ഏതാണ്ട് ഒരാഴ്ച സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. നിങ്ങൾ കാര്യം പറയുക, എനിക്ക് എക്സാമിന് ലാസ്റ്റ് ഡേറ്റ് ഇതാണ്, അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തരിക. ഒരു മാക്സിമം സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും? അവർ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ EWS സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കേണ്ടത്. ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നമ്മൾ RRB NTPCയുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ RRB NTPCയുടെ ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാച്ചിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 200+ അവേഴ്സിൻ്റെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് എങ്ങനെയാണ് ഇതിനകത്ത് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ലൈവ് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരത്തില്ല. ഇപ്പോൾ ഒരു 500 പേര് അഡ്മിഷൻ എടുത്തൊരു ബാച്ചാണെങ്കിൽ ചിലപ്പോൾ ഒരു 20 പേര് 30 പേര് എന്ത് ചെയ്യത്തുള്ളൂ? ലൈവ് ക്ലാസ്സിൽ വരത്തുള്ളൂ. കാര്യം ആ സമയത്ത് അവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ജോലി കാണാം, ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവർ ഇൻട്രാക്ട് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്ലാസ് പോകുന്നത്. പക്ഷേ ഇത് റെക്കോർഡ് കാണുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഈ ഇൻട്രാക്ഷൻസ് മൊത്തം കേൾക്കേണ്ടി വരും. അപ്പോൾ കണ്ടൻറ്റ് എന്ത് ചെയ്യത്തില്ല? വലുതായിട്ട് നീങ്ങത്തില്ല. മാത്രമല്ല നല്ല ലാഗ് അടിക്കുന്നൊരു പ്രോസസ്സും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത് നമുക്ക് കണ്ടൻറ്റ് മൊത്തം എന്ത് ചെയ്യാം? നമുക്ക് റെക്കോർഡ് സെഷൻസ് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ബാക്കിയെല്ലാം ലൈവ് ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കാം. സോ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് കുറേ ടോപ്പിക്കുകൾ മാത്രം തരിക, കുറേ കണ്ടൻറ്റ് മാത്രം തരിക അതല്ല, കുറേ ക്ലാസ്സുകൾ മാത്രം തരിക അതല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെഷൻസ് മൊത്തം എന്തായിരിക്കും? ലൈവ് ആയിരിക്കും. പിന്നെ ഞാനായിരിക്കും നിങ്ങളുടെ മെൻറ്റർ വരുന്നത്. ആസ് യൂഷ്വൽ കൂടെ കാണും. പിന്നെ അത് കഴിഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ പരാതികളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്തു, പിന്നെ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു കസ്റ്റമർ കെയർ കാണത്തില്ല, ആരെയും വിളിക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയും നമ്മുടെ ഇവിടെ വരത്തില്ല. നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ കാണാം. കാര്യം നിങ്ങളുടെ ഓരോ വാക്കും നമുക്ക് വിലപ്പെട്ടതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ടതാണ്. അതിനെല്ലാം നമ്മൾ വില നൽകിയിരിക്കും. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ്. നമ്മുടെ എല്ലാ ബാച്ചിനും ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ റിസൾട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ കൂടെ ഇരുത്തി എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിക്കും. മാത്രമല്ല നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും മാറ്റിവെക്കാൻ തയ്യാറായി വേണം നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്. കാര്യം ഇതിൻ്റെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ NTPCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ JEE നോട്ടിഫിക്കേഷൻ വന്നു, RPF നോട്ടിഫിക്കേഷൻ വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കുറേ എന്ത് ചെയ്തു ഇതിനകത്ത് വന്നു, പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? NTPCയുടെ പരീക്ഷ നടക്കത്തുള്ളൂ. അതായത് അടുത്ത വർഷം 2025 ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമ്മളിതിൻ്റെ CBT 1 എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം CBT 2 എക്സാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടൊരു 6 മാസമെങ്കിലും മിനിമം നമുക്ക് സമയം നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 4 മാസം കൊണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഞായറാഴ്ച ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസവും 2 സെഷൻസ് വെച്ച് തരുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിളിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ നമ്പേഴ്സ്. ഫസ്റ്റ് ഇട്ടേക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൾ ചെയ്യാം. രണ്ടാമത്തേത് വാട്സപ്പ് സപ്പോർട്ടാണ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ പ്രിപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കാൻ മടിക്കരുത്. ഇത്രയും കട്ട് ഓഫിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മേടിച്ചേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തേക്കാം. പിന്നെ സോണൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവൂ. അതായത് നമ്മളൊരു സോൺ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ CBT 1 എക്സാം, CBT 2 എക്സാം, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എല്ലാം ചിലപ്പോൾ അങ്ങോട്ട് പോവേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എക്സാം സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സോണൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി ചൂസ് ചെയ്യുക. 10 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു ആൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും അത് ആ പോസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവസാനം നമ്മൾ സ്കില്ല് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ജസ്റ്റ് 1 മാസം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ സ്കില്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് EWS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഈ ഡീറ്റെയിൽസ്, നിങ്ങളിപ്പോൾ കണ്ട ഈ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിനകത്തൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കിയൊന്നും പറയാനില്ല മക്കളെ. നന്നായിട്ട് പഠിച്ചോ, അപ്ലൈ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, ജോലിയും കൊണ്ടേ നിങ്ങൾ പോവാവും. സോ മറ്റൊരു സെഷനിൽ കാണാം. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഏറ്റവും അറിയേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കും. സോ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക്